നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോൾ ലോക്ക്ഡൌണിൽ കഴിയുന്ന ആളുകളെക്കാൾ കൂടുതൽ ആശങ്കയിലാണ് പ്രവാസികൾ. പ്രത്യേകിച്ച് അവരുടെ കഥനകഥകൾ കേൾക്കുമ്പോൾ വിഷമമുണ്ട്. പലർക്കും ജോലി നഷ്ടപ്പെട്ടു. ചിലർ ശമ്പളമില്ലാത്ത അവധിയിൽ വീടുകളിൽ കഴിയുകയാണ്. 8ഉം 10ഉം 20ഉം ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന ചെറിയ മുറികൾ, അവിടെ ഒന്നിച്ച് ഭക്ഷണം പാകം ചെയ്യുകയും ഒന്നിച്ച് കിടന്നുറങ്ങുകയും ചെയ്യേണ്ട ഗുരുതരാവസ്ഥ. ആർക്കെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും വിധത്തിൽ രോഗം പടരുകയാണെങ്കിൽ എല്ലാവർക്കും പടരുമെന്ന് 100% ഉറപ്പ്. എന്നിട്ടും എങ്ങനെയെങ്കിലും വീട്ടിലെത്താൻ ശ്രമിക്കുന്ന അവർക്ക് ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് വിമാന കമ്പനികൾ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു, ഇത്തരത്തിൽ വിമാന കമ്പനികൾ അടുത്ത ദിവസം മുതൽ സർവീസ് ആരംഭിക്കുന്നു. കിട്ടിയ പാടെ എത്ര ടിക്കറ്റ് നിരക്കായാലും എങ്ങനെയെങ്കിലും എനിക്ക് വീട്ടിലെത്തിയാൽ മതി, കാരണം വീട്ടുകാരെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല. അത്രത്തോളം ദയനീയമാണ് അവിടുത്തെ അവസ്ഥ എന്ന്. പക്ഷേ യാതൊരു വഴികളുമില്ല. ടിക്കറ്റ് വില ഏകദേശം 50,000-ഓളം അടുത്തായിട്ട് പോലും ടിക്കറ്റ് വില ഏകദേശം 50,000 രൂപയുടെ അടുത്താണ്. ഒരു മാസം അത്രയും ശമ്പളം അവന് ലഭിക്കുന്നുമില്ല. എന്നിട്ട് പോലും ഇത്തരത്തിൽ വിമാനത്തിൽ നാട്ടിൽ എത്താൻ വെമ്പുകയാണ് ഓരോ പ്രവാസികളും. പക്ഷേ ഇപ്പോൾ പ്രവാസികൾക്ക് കിട്ടിയിരിക്കുന്നത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം ഇന്ത്യയിലേക്ക് സർവീസ് പുനർ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ ബുക്കിംഗ് തുടങ്ങിയ വിമാന കമ്പനികൾ പിന്മാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതോടുകൂടി പ്രവാസികൾ വലിയ നിരാശയിൽ തന്നെയാണ്. ആയിരക്കണക്കിന് പേരാണ് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് മടങ്ങുവാൻ കാത്തിരുന്നത്. എന്നാൽ രാജ്യാന്തര വിമാന സർവീസ് 14 വരെ അനുവദിക്കില്ലെന്ന് UAE ഇന്ത്യൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇക്കാര്യം വിദേശകാര്യ സഹമന്ത്രി V മുരളീധരനും അറിയിച്ചിരുന്നു. എമിറേറ്റ്സും എത്തിഹാദും വിദേശ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ നടത്തുന്നത് റിലീഫ് സർവീസുകളാണ്. ചില വിമാന കമ്പനികൾ ഉടൻ സർവീസ് എന്ന് പ്രഖ്യാപിച്ച ടിക്കറ്റ് ബുക്കിംഗ് വരെ ആരംഭിച്ചിരുന്നു. എന്നിട്ടാണ് അവരിപ്പോൾ പിന്മാറിയിരിക്കുന്നത്. നിലപാടിൽ മാറ്റം വന്നെന്ന് കരുതി ബുക്കിംഗ് നടത്തുന്നവർ വെട്ടിലാവുകയാണ് പതിവ്. കാശ് നഷ്ടമാകുമോ എന്ന ആശങ്ക മിച്ചവും. കഴിഞ്ഞ ദിവസം ഫ്ലൈ ദുബായ് ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ 1800 ദിർഹമായിരുന്നു ടിക്കറ്റ് നിരക്ക്. 100 കണക്കിന് പേർ ബുക്ക് ചെയ്യുകയും ചെയ്തു. എന്നാൽ പിന്നീട് പൊടുന്നനെ ബുക്കിംഗ് നിർത്തി. സാധാരണ സർവീസ് ആരംഭിച്ചാൽ ജനറൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ടിക്കറ്റുകൾ ലഭ്യമാകുമെന്നാണ് ഈ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ എമിറേറ്റ്സ് അടക്കമുള്ള കമ്പനികൾ നടത്തുന്നത് റിലീഫ് ഫ്ലൈറ്റ് സർവീസാണ്. അതത് കമ്പനികളുടെ ഓൺലൈൻ വഴി മാത്രമേ ബുക്കിംഗ് അനുവദിക്കുകയുള്ളൂ. ട്രാവൽ ഏജൻസികൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതും GDS വഴിയാണ്. ഇന്ന് മണലയിലേക്ക് സർവീസ് നടത്തുമെന്ന് അറിയിച്ച എമിറേറ്റ്സ് ആവശ്യത്തിന് ബുക്കിംഗ് ലഭിച്ചിട്ടില്ല എന്നും അറിയുന്നു. ഇന്ത്യൻ വിമാനത്താവളങ്ങൾ സാധാരണ വ്യോമ ഗതാഗതങ്ങളായി 14 വരെ തുറക്കില്ലെന്നാണ് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ട്വിറ്റർ സന്ദേശത്തിൽ അറിയിച്ചത്. മാറ്റമുണ്ടായാൽ വിവരം അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അടിയന്തര ആവശ്യങ്ങൾക്ക് 24 മണിക്കൂറും ബന്ധപ്പെടാവുന്ന ഹെൽപ്പ് ലൈൻ നമ്പറായ 0556463903 14-ാം തീയതിക്ക് ശേഷവും നിരോധനം തുടരുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ പ്രവാസികൾ അലട്ടുന്നത്. ഇക്കാര്യത്തിൽ ഇതുവരെ യാതൊരു വ്യക്തതയുമില്ല. രോഗമില്ലാത്ത പ്രവാസികളെ നാട്ടിൽ കൊണ്ടുപോകുവാൻ ഉടൻ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് ആവശ്യം. മറ്റ് രാജ്യക്കാർ അവരുടെ പൗരന്മാരെ കൊണ്ടുപോകുന്നത് ഇന്ത്യക്കാർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. പക്ഷേ അതേസമയം ഉയർന്നു വരുന്ന മറ്റൊരു വാദമുണ്ട്. വിമാന കമ്പനികൾ എന്തായാലും കുറച്ച് ദിവസമായി ഓടുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടത്തിലാണ് അവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിനെ സ്വാധീനിച്ച് അല്ലെങ്കിൽ ഗവൺമെന്റ് അറിയാതെ പെട്ടെന്ന് ടിക്കറ്റ് ഉണ്ടെന്ന് പ്രചാരണം നടത്തിയപ്പോൾ നിരവധി ആളുകൾ ഒറ്റയടിക്ക് കയറി ബുക്ക് ചെയ്തു. പക്ഷേ പിന്നീട് ടിക്കറ്റ് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ വിമാന കമ്പനികളുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അത് പെട്ടെന്ന് തിരിച്ചു കൊടുക്കുവാൻ നിയമമില്ലാത്തതും സഹായിക്കുന്നുണ്ട്. എന്തായാലും അക്ഷരാർത്ഥത്തിൽ പ്രവാസികൾ കുടുങ്ങിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എന്ന് തന്നെ പറയാം. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.